1993 ഏപ്രിൽ മാസം. സമയം പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള കൊടുങ്കാട്. ആ കാട്ടിലൂടെയുള്ള ഒരു ഇടുങ്ങിയ വഴിയിലൂടെ പോലീസുകാരുമായി ഒരു വാഹനം വരികയാണ്. ചുറ്റും വല്ലാത്തൊരു നിശബ്ദത. കാറ്റിൻ്റെ ശബ്ദം പോലുമില്ല. പെട്ടെന്ന് ഒരു വലിയ മൈൻ ബ്ലാസ്റ്റ്. ഭൂമി പിളരുന്ന ശബ്ദത്തോടെ ആ വണ്ടി തകർന്ന തരിപ്പണമായി. തുടർന്ന് ആ കാടിൻ്റെ ഇരുവശത്തു നിന്നും കൂരിരുട്ടിൽ നിന്നും വെടിയൊച്ചകളുടെ പെരുമഴ. ധിക്കറിയാതെ, പ്രത്യാക്രമണം നടത്താൻ പോലും കഴിയാതെ ആ പോലീസുകാർ ചോരയിൽ പിടിഞ്ഞു വീണു. ആ ഒറ്റ രാത്രിയിൽ ആ കാട്ടുപാതയിൽ ഒടുങ്ങിയത് 22 പോലീസ് ഉദ്യോഗസ്ഥരാണ്. 22 ജീവനുകൾ, 22 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ. ഇതൊരു തീവ്രവാദി ആക്രമണമായിരുന്നില്ല, ഏതെങ്കിലും വിദേശ രാജ്യം ചെയ്തതുമായിരുന്നില്ല. ഇതിനു പിന്നിൽ ഒരൊറ്റ മനുഷ്യനായിരുന്നു, കൂസ് മുനിസാമി വീരപ്പൻ. ആരാണ് ശരിക്കും വീരപ്പൻ? വെറുമൊരു കാട്ടുകള്ളനെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ കേട്ടോളൂ. 2 പതിറ്റാണ്ടുകൾ, 20 നീണ്ട വർഷങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുകളെയും IPS ഓഫീസർമാരെയും ഇൻ്റലിജൻസ് ഏജൻസികളെയും മുഴുവൻ ഒരൊറ്റ മനുഷ്യൻ ആ കാട്ടിലിട്ട് തോൽപ്പിച്ചു. 130-ലധികം കൊലപാതകങ്ങൾ, 2000-ഓളം ആനകളുടെ കൂട്ടക്കുരുതി, 10,000 കിലോയിലധികം ചന്ദനത്തടികൾ, 2 സംസ്ഥാന സർക്കാരുകളെയും മുൾമുനയിൽ നിർത്തിയ കിഡ്നാപ്പിങ്ങുകൾ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും അപകടകാരിയായ മാൻഹണ്ടിൻ്റെ കഥയാണിത്. ഇതൊരു സാധാരണ ക്രിമിനലിൻ്റെ കഥയല്ല, ഒരു സിസ്റ്റം സൃഷ്ടിച്ചെടുത്ത ഒരു രാക്ഷസന്റെ ഉദയവും പതനവുമാണ്. എഡ്ജ് ഓഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ചരിത്രം മറച്ചുവെച്ച, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ഭയന്ന യഥാർത്ഥ കഥകളുടെ അരികിലേക്കാണ് ഈ ചാനൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൂസ് മുനിസാമി വീരപ്പൻ്റെ ജീവിതത്തിലെ ആരും കാണാത്ത ആ ഇരുണ്ട വശങ്ങളിലേക്ക് നമ്മൾ ആഴത്തിലിറങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത്? അത് താഴെ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതറിയാൻ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ആ കഥയിലേക്ക് തിരികെ പോകാം. എല്ലാം തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ ഗോപിനാഥം എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. പട്ടിണിയും ദാരിദ്ര്യവും മാത്രം ബാക്കിയുള്ള ഈ ഗ്രാമത്തിൽ ജനിക്കുന്നവർക്ക് മുന്നിൽ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, ആ കാണുന്ന സത്യമംഗലം കാടുകൾ. അവിടെയാണ് വീരപ്പൻ്റെ തുടക്കം. സ്കൂളിലെ പാഠങ്ങളെക്കാൾ അവൻ പഠിച്ചത് കാടിൻ്റെ രഹസ്യങ്ങളായിരുന്നു. 10ാമത്തെ വയസ്സിൽ അവനൊരു ഗുരുവിനെ കിട്ടി, സേവി ഗൗണ്ടർ. ആ ഏരിയയിലെ ഏറ്റവും കുപ്രസിദ്ധനായ വേട്ടക്കാരൻ. ആ 10 വയസ്സുകാരനിൽ സേവി ഗൗണ്ടർ ഒരു പ്രത്യേകത കണ്ടു. അവനൊന്നിനെയും ഭയമില്ലായിരുന്നു. 10ാമത്തെ വയസ്സിൽ വീരപ്പൻ തൻ്റെ ആദ്യത്തെ വെടിയുതിർത്തു. അന്ന് നിലംപതിച്ചത് ഒരു വലിയ കൊമ്പനാനയായിരുന്നു. ആ ആദ്യത്തെ കൊലപാതകത്തിൽ അവനിലെ നിഷ്കളങ്കനായ കുട്ടിയും മരിച്ചു. അവിടെ ഒരു ക്രൂരനായ വേട്ടക്കാരൻ ജനിച്ചു. ആനക്കൊമ്പിൽ നിന്ന് കിട്ടുന്ന വൻ തുകയുടെ രുചി അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ മൃഗങ്ങളെ കൊന്നിരുന്ന ആ കൈകൾ മനുഷ്യന്റെ നേരെ തിരിയാൻ അധികം കാലം വേണ്ടി വന്നില്ല. 1980-കളായപ്പോഴേക്കും വീരപ്പൻ്റെ സാമ്രാജ്യം വലുതായിക്കൊണ്ടിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ചന്ദനമുട്ടികളാണ് കാട് കടന്നുപോയത്. ഇത് തടയാൻ ഫോറസ്റ്റ് ഓഫീസർമാർ ശ്രമം തുടങ്ങി. അതിൽ പ്രധാനിയായിരുന്നു ചിദംബരം ശ്രീനിവാസൻ എന്ന ഓഫീസർ. വീരപ്പൻ്റെ ബിസിനസ്സിന് അയാളൊരു വലിയ ഭീഷണിയായി മാറി. വീരപ്പന് മുന്നിൽ 2 വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ പിന്മാറുക, അല്ലെങ്കിൽ ജയിലിൽ പോവുക. പക്ഷേ അയാൾ തിരഞ്ഞെടുത്തത് 3ാമത്തെ വഴിയാണ്. ഒരു ദിവസം ചിദംബരം ശ്രീനിവാസനെ വീരപ്പൻ ക്രൂരമായി കൊലപ്പെടുത്തി. അതൊരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആയിരുന്നു. ആദ്യത്തെ കൊലപാതകം എപ്പോഴും ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമായി മാറും. വീരപ്പൻ്റെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയായിരുന്നു. ഇതോടെ പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉണർന്നു. അവനെ പിടിക്കാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. കോടിക്കണക്കിന് രൂപയും അത്യാധുനിക ആയുധങ്ങളുമായി 100 കണക്കിന് കമാൻഡോകൾ കാട്ടിലേക്ക് കയറി. അവർ കരുതിയത് ആ വേട്ടക്കാരനെ എളുപ്പത്തിൽ പിടിക്കാമെന്നാണ്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു കാട്ടിലെ യഥാർത്ഥ രാജാവ് വീരപ്പനാണ് എന്ന്. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയ്ക്ക് എന്തുകൊണ്ട് ഈ ഒരൊറ്റ മനുഷ്യനെ പിടിക്കാൻ കഴിഞ്ഞില്ല? ഉത്തരം ആ കാടാണ്.
6000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള വനം. തമിഴ്നാട്, കർണാടക, കേരള എന്നീ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ പങ്കിടുന്ന ഇടം. കർണാടക പോലീസ് വരുമ്പോൾ അയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കും. തമിഴ്നാട് പോലീസ് വരുമ്പോൾ കേരള അതിർത്തിയിലേക്ക് മാറും. പക്ഷേ അയാളുടെ ഏറ്റവും വലിയ ആയുധം ഇതൊന്നും ആയിരുന്നില്ല. അയാളുടെ ഇൻഫർമേഷൻ നെറ്റ്വർക്കായിരുന്നു. കാട്ടിലെ ഗിരിവർഗ്ഗക്കാർ അയാളുടെ കണ്ണും കാതുമായിരുന്നു. കാട്ടിലേക്കൊരു പോലീസ് ജീപ്പ് കയറുമ്പോൾ തന്നെ കിലോമീറ്ററുകൾ ഉള്ളിലിരിക്കുന്ന വീരപ്പൻ അതറിയുമായിരുന്നു. അയാൾക്ക് മൊബൈൽ ഫോണുകളില്ല, യാതൊരുവിധ ഡിജിറ്റൽ ഫുട്പ്രിന്റുമില്ല. പോലീസുകാർ അയാളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കാട്ടിനുള്ളിലേക്ക് പോകും. പക്ഷേ ഒരു പുഴയുടെ തീരത്ത് വെച്ച് ആ കാൽപ്പാടുകൾ പെട്ടെന്ന് അവസാനിക്കും. അയാൾ പുഴയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് തൻ്റെ ട്രാക്ക് പൂർണ്ണമായും നശിപ്പിക്കുമായിരുന്നു. ഒരു കമാൻഡോ ഒരിക്കൽ പറഞ്ഞു, "ഞങ്ങൾ പിന്തുടരുന്നതൊരു മനുഷ്യനെയല്ല, കാടിൻ്റെ സ്വന്തം പ്രേതത്തെയാണ്." ചില ആളുകൾ വീരപ്പനെ ഒരു റോബിൻ ഹുഡായി ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം വളരെ ക്രൂരമാണ്. പോലീസ് ഇൻഫോമർമാരെന്ന് സംശയിച്ച് മീന്യം എന്ന ഗ്രാമത്തിൽ ഒരൊറ്റ രാത്രി അയാൾ കൊന്നത് 22 പാവപ്പെട്ട ഗ്രാമീണരെയാണ്. അതിൽ സ്ത്രീകളും പ്രായമായവരുമുണ്ടായിരുന്നു. ഹൊഗനക്കലിൽ വെച്ച് പിടികൂടിയ ഫോറസ്റ്റ് ഓഫീസർമാരെ അയാൾ വെറുതെ കൊന്നില്ല. പകരം അവരുടെ ചെവിയും മൂക്കും അറുത്തുമാറ്റി. എന്നിട്ടൊരു സന്ദേശം കൊടുത്തു: "ഇതാണ് എൻ്റെ കാട്ടിൽ അതിക്രമിച്ചു കയറുന്നവരുടെ അവസ്ഥ." ആനകളെ അയാൾ കൊന്ന രീതി കേട്ടിട്ടാൽ ആരുടെയും നെഞ്ചു തകരും. ആനക്കൊമ്പിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വിഷം പുരട്ടിയ അമ്പുകളോ ചെറിയ വെടിയുണ്ടകളോ ഉപയോഗിച്ച് ദിവസങ്ങളോളം വേദന അനുഭവിപ്പിച്ചാണ് അവൻ ഓരോ ആനയെയും കൊന്നിരുന്നത്. ഇതൊരു ഹീറോയുടെ കഥയല്ല, ഒരു കൊടും ഭീകരവാദിയുടെ ക്രൂരതകളാണ്. വർഷം 2000. 2 സംസ്ഥാനങ്ങളിലെയും പോലീസ് സംവിധാനങ്ങൾ നിരാശയുടെ പടുകുഴിയിലായിരുന്നു. ആ സമയത്താണ് വീരപ്പൻ തൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് കളിക്കുന്നത്. ജൂലൈ 30. കർണാടകയുടെ ദൈവമെന്നറിയപ്പെടുന്ന ഇതിഹാസ നടൻ ഡോക്ടർ രാജ്കുമാർ. അദ്ദേഹത്തിന് അന്ന് 72 വയസ്സുണ്ട്. രാത്രിയുടെ മറവിൽ സായുധരായ വീരപ്പൻ്റെ സംഘം അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിലേക്ക് ഇരച്ചുകയറി. ബോഡിഗാർഡ്സിനെ കീഴ്പ്പെടുത്തി ആ വൃദ്ധനായ നടനെയും വലിച്ച് അവർ കാട്ടിലേക്ക് മറഞ്ഞു. വാർത്ത പുറത്തു വന്നതും കർണാടക കത്തിയെരിഞ്ഞു. ബാംഗ്ലൂർ നഗരം സ്തംഭിച്ചു. ഒരു സംസ്ഥാനം മുഴുവൻ കലാപത്തിലേക്ക് നീങ്ങി. കേന്ദ്ര സർക്കാർ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചുപോയി. ഇതൊരു കൃത്യമായ സൈക്കോളജിക്കൽ ഗെയിമായിരുന്നു. ഒരു സാധാരണക്കാരനെയോ മന്ത്രിയെയോ തട്ടിക്കൊണ്ടുപോയാൽ സർക്കാർ ചിലപ്പോൾ റിസ്ക് എടുത്തേക്കാം. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരമായ ഒരു സൂപ്പർ സ്റ്റാറിനെ കാട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഏത് ഗവൺമെൻറ്റും മുട്ടുകുത്തുമെന്ന് വീരപ്പന് നന്നായി അറിയാമായിരുന്നു. 108 നീണ്ട ദിവസങ്ങൾ രാജ്കുമാർ ആ കൊടുംകാട്ടിൽ തടവിലായിരുന്നു. ഒടുവിൽ സർക്കാരുകൾക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നു. ആ 108 ദിവസങ്ങൾ കൊണ്ട് വീരപ്പൻ തെളിയിച്ചു തനിക്കൊരു രാജ്യത്തെ മുഴുവൻ ബന്ദിയാക്കാൻ സാധിക്കുമെന്ന്. ഇതൊരു രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറി. ഇന്ത്യ ഒരു തീരുമാനമെടുത്തു: ഈ നാടകം ഇവിടെ അവസാനിക്കണം. അവർക്കൊരു പുതിയ സ്ട്രാറ്റജി വേണമായിരുന്നു. അങ്ങനെയാണ് കെ വിജയകുമാർ IPS രംഗത്തേക്ക് വരുന്നത്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ പുതിയ കമാൻഡർ. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാൾ. വിജയകുമാർ വന്ന് ആദ്യം ചെയ്തത് പഴയ നിയമങ്ങളെല്ലാം മാറ്റിയെഴുതുക എന്നതാണ്. അദ്ദേഹം പറഞ്ഞു, "നമ്മൾ ഇത്ര കാലം കളിച്ചത് അയാളുടെ ഗ്രൗണ്ടിലാണ്. ഇനി അത് പറ്റില്ല. വീരപ്പനെ പിടിക്കാൻ നമ്മൾ കാട്ടിലേക്ക് പോകേണ്ട. കാടിമേ വീരപ്പനിൽ നിന്ന് അകറ്റണം." അങ്ങനെ ഓപ്പറേഷൻ കൊക്കൂൺ ആരംഭിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യ നീക്കം. വർഷങ്ങളോളം എടുത്ത ഒരു സൈലന്റ് ഓപ്പറേഷനായിരുന്നു അത്. വിജയകുമാർ തൻ്റെ രഹസ്യ ഏജന്റുമാരെ വീരപ്പൻ്റെ ഉള്ളിലേക്ക് വിട്ടു. വീരപ്പന് മരുന്ന് കൊടുക്കുന്നവർ, ഭക്ഷണം എത്തിക്കുന്നവർ, വസ്ത്രം വാങ്ങുന്നവരെല്ലാം പോലീസിൻ്റെ ആളുകളായി മാറി. 2004 ആയപ്പോഴേക്കും വീരപ്പൻ ഏറ്റവും വിശ്വാസമുള്ള ഒരു അടുപ്പക്കാരൻ യഥാർത്ഥത്തിൽ പോലീസിൻ്റെ സ്ലീപ്പർ ഏജന്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഇനി വേണ്ടത് ഒരൊറ്റ കെണിയാണ്. ഒക്ടോബർ 18, 2004. 20 വർഷത്തെ തിരച്ചിൽ അവസാനിക്കാൻ പോകുന്ന രാത്രി. പോലീസിൻ്റെ അണ്ടർ കവർ ഏജന്റ് വീരപ്പനെ ഒരു കാര്യം വിശ്വസിപ്പിച്ചു: തമിഴ്നാട്ടിലെ ചില വലിയ നേതാക്കളുമായി ഒരു രഹസ്യ മീറ്റിംഗ് ഉണ്ട്. കാഴ്ചയ്ക്ക് വലിയ പ്രശ്നമുള്ളതിനാൽ ഒരു ആംബുലൻസിൽ പോയാൽ ആരും സംശയിക്കില്ല, സുരക്ഷിതമായി അവിടെ എത്താം. ജീവിതത്തിൽ ഇന്നുവരെ ആരെയും വിശ്വസിക്കാത്ത ആ മനുഷ്യൻ ആദ്യമായി ഒരാളെ വിശ്വസിച്ചു. അതാണ് അയാൾക്ക് പറ്റിയ ഒരേയൊരു തെറ്റ്. രാത്രി 10:50.
ആംബുലൻസ് കാട്ടുപാതയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഉള്ളിൽ വീരപ്പനും മറ്റ് 3 കൂട്ടാളികളും. അടുത്ത വലിയ ഓപ്പറേഷൻ എന്തായിരിക്കണമെന്നായിരിക്കാം ആ നിമിഷം അയാൾ ചിന്തിച്ചിരുന്നത്. റോഡിലൊരു വലിയ വളവ്. ആ വളവ് തിരിഞ്ഞാൽ ഒരു നീളൻ സ്ട്രെയിറ്റ് റോഡാണ്. ആ ഇരുട്ടിൽ വാഹനങ്ങളുടെ ലൈറ്റുകളെല്ലാം അണച്ച് വിരലുകൾ ട്രിഗറിൽ വെച്ച് വിജയകുമാറും സംഘവും കാത്തുനിൽപ്പുണ്ടായിരുന്നു. ആംബുലൻസ് ആ വളവ് തിരിഞ്ഞു. പെട്ടെന്ന് എല്ലാ വശങ്ങളിൽ നിന്നും ഫ്ലഡ് ലൈറ്റുകൾ ആംബുലൻസിന് നേരെ അടിച്ചു. STF വാഹനങ്ങൾ ആംബുലൻസിന് മുന്നിലും പിന്നിലും കുറുകെയിട്ടു. സറണ്ടർ. പോലീസിന്റെ അവസാന മുന്നറിയിപ്പ് ഉയർന്നു. മറുപടിയായി ആംബുലൻസിൽ നിന്നും പോലീസിന് നേരെ വെടിയൊച്ചയുണ്ടായി. പിന്നെ നടന്നത് വെടിയുണ്ടകളുടെ മഴയായിരുന്നു. 45 മിനിറ്റ് നീണ്ട ആ കാടിനെ വിറപ്പിച്ച ഒരു ക്രൂരമായ ഗൺഫൈറ്റ്. സമയം 11:30. വെടിയൊച്ചകൾ ഒടുങ്ങി. കൂസ് മുനസാമി വീരപ്പൻ വെടിയേറ്റ് നിലം പതിച്ചു. വിജയകുമാർ വയർലെസ്സിലൂടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആ സന്ദേശം കൈമാറി. മിഷൻ അക്കംപ്ലിഷ്ഡ്. പിറ്റേന്ന് ഇന്ത്യ ഉണർന്നത് ഈ വാർത്ത കേട്ടാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും വലിയ ആഘോഷങ്ങൾ നടന്നു. കൊല്ലപ്പെട്ട പോലീസുകാരുടെ കുടുംബങ്ങൾ അന്ന് ആദ്യമായി സമാധാനത്തോടൊന്ന് കരഞ്ഞു. പക്ഷേ ഒരു വീരപ്പൻ മരിച്ചതുകൊണ്ടെല്ലാം അവസാനിച്ചു? ആ ചോദ്യം ഇന്നും ബാക്കിയാണ്. നമുക്കൊരു വീരപ്പനെ വെടിവെച്ച് കൊല്ലാം. പക്ഷേ വീരപ്പന്മാരെ സൃഷ്ടിക്കുന്ന ഈ സാമൂഹിക വ്യവസ്ഥിതിയെ എന്ന് നമ്മൾ ഇല്ലാതാക്കും? പട്ടിണിയും അവഗണനയും ഉള്ളിടത്തോളം കാലം പുതിയ കുറ്റവാളികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്ന് സത്യമംഗലം കാടുകൾ ശാന്തമാണ്. അതൊരു ടൈഗർ റിസർവാണ്. മൃഗങ്ങൾ ഭയമില്ലാതെ അവിടെ ജീവിക്കുന്നു. പക്ഷേ ആ കാട്ടിലൂടെ ഇന്നും യാത്ര ചെയ്യുന്നവർക്ക് മരങ്ങൾക്കിടയിൽ എന്തോ ഒരു സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട്. കാരണം മനുഷ്യരെല്ലാം മറക്കും. പക്ഷെ കാടൊന്നും മറക്കില്ല. വീരപ്പൻ്റെ ഈ ചോര വീണ ചരിത്രത്തെക്കുറിച്ചും അയാളെ ഇല്ലാതാക്കിയ ഓപ്പറേഷൻ കൊക്കൂണിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അയാൾ വെറുമൊരു ക്രൂരനായ ക്രിമിനൽ മാത്രമായിരുന്നു? അതോ സിസ്റ്റത്തിൻ്റെ പരാജയം കൊണ്ട് ജനിച്ച ഒരു രാക്ഷസനായിരുന്നു? നിങ്ങളുടെ ചിന്തകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള യഥാർത്ഥ കഥകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. കഥകളുടെ അറ്റമില്ലാത്ത ഈ ലോകത്ത് നമ്മൾ കേൾക്കാൻ ഭയന്ന ഇനിയും പറയാത്ത അനേകം സത്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ യാത്ര തുടരാവുന്നതാണ്. അതുവരെ ഇത് എഡ്ജ് ഓഫ് സ്റ്റോറീസ്. നന്ദി.